ഇറാനിൽ ഭരണകൂടത്തിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഈ പ്രക്ഷോഭങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായും നിരവധി ആളുകൾ അറസ്റ്റിലായതായും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനെറ്റ് സേവനങ്ങൾ നിരോധിച്ചും മറ്റും ഈ വിവരങ്ങൾ പുറംലോകം അറിയുന്നത് തടയാൻ ഇറാൻ ശ്രമിക്കുന്നതായും ആക്ഷേപമുണ്ട്. രാജ്യവ്യാപകമായുണ്ടായ പ്രതിഷേധങ്ങളിൽ ഏകദേശം 500 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കുറഞ്ഞത് 5000 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തങ്ങളുടെ പരിധിയിലാണെന്നും ആവശ്യമെങ്കിൽ ആക്രമിക്കാൻ മടിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഇടപെടൽ മേഖലയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്കയും ഇതോടൊപ്പം ശക്തമാകുകയാണ്. ട്രംപിന്റെ ഭീഷണികളും ഇറാന്റെ തിരിച്ചടിയും പശ്ചിമേഷ്യയിൽ മറ്റൊരു വലിയ യുദ്ധത്തിനുള്ള സാധ്യതകളാണ് തുറന്നുവിടുന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിക്കെതിരെയുള്ള നീക്കങ്ങൾ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഇറാൻ കാണുന്നത്. ഇറാനിൽ US ആക്രമണമെന്ന ആശങ്കയ്ക്കിടെ മധ്യേഷ്യയിലേക്ക് കൂടുതൽ US സൈനിക വിമാനങ്ങൾ പോകുന്നു. UK വ്യോമതാവളത്തിൽ നിന്നും US സൈന്യത്തിന്റെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ ജോർദാനിൽ ഇറങ്ങി. അതേസമയം അബുദാബിയിൽ നിന്നും പുറപ്പെട്ട US നിരീക്ഷണ ഡ്രോൺ നിലവിൽ ഇറാൻ തീരത്തിന് സമീപത്തുകൂടി പറക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനോ നീക്കം ചെയ്യാനോ ഉള്ള ശ്രമം ഡൊണാൾഡ് ട്രംപ് പരിഗണിക്കുന്നുണ്ട് എന്ന ഊഹാപോഹത്തിനിടെയാണ് പുതിയ നീക്കങ്ങൾ. ഖമേനിക്കെതിരെ നടക്കുന്ന ഏതൊരാക്രമണവും യുദ്ധമായി കണക്കാക്കുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. ഫ്ലൈറ്റ് മോണിറ്ററിംഗ് ഡേറ്റ പ്രകാരം UKയിലെ RAF ലേക്കൻ ഹീത്തിൽ നിന്നും പറന്ന 2 C-17 ഗ്ലോബ് മാസ്റ്റർ തേർഡ് വിമാനങ്ങൾ മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ ജോർദാനിലെത്തി. ഇവിടെ നിന്നും വിമാനങ്ങൾ വീണ്ടും തിരികെ പറന്നതാണ് നിലവിലെ ഡേറ്റ. RAH-183, RCH-181 എന്നീ വിമാനങ്ങളാണ് ജോർദാനിലെത്തിയത്. 1,70,900 പൗണ്ട് വരെ ചരക്ക് വഹിക്കാനും ചെറുതും നിരപ്പല്ലാത്ത റൺവേകളിൽ നിന്ന് പ്രവർത്തിക്കാനും ഇതിന് കഴിയും. ഇതിനൊപ്പം US സൈന്യത്തിന്റെ 15 F-15 യുദ്ധവിമാനങ്ങളും ആകാശത്തു നിന്ന് ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുന്ന 4 റീഫ്യൂവലിംഗ് ടാങ്കറുകളും UKയിൽ നിന്ന് ജോർദാനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. അതേസമയം US സൈന്യത്തിന്റെ നോർത്രോപ്പ് ഗ്രൂമാൻ MQ-4C ട്രൈറ്റൺ നിരീക്ഷണ ഡ്രോൺ ഇറാൻ തീരത്തിന് സമീപമുണ്ട്. അബുദാബിയിൽ നിന്ന് പറന്ന വിമാനം ഒമാൻ ഉൾക്കടലിനും പേർഷ്യൻ ഗൾഫിനും മുകളിലൂടെ ഇറാൻ, UAE, ഖത്തർ, ബഹ്റിൻ എന്നിവയ്ക്ക് സമീപം പറക്കുന്നതായി ഫ്ലൈറ്റ് റഡാർ ഡേറ്റയിൽ കാണാം. എന്നാൽ ഇവയുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണ് എന്നതിൽ വ്യക്തതയില്ല. US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ മധ്യേഷ്യയിലേക്ക് നീങ്ങുകയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെ കഴിഞ്ഞ ബുധനാഴ്ച US ഇറാനിൽ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നുവെന്ന സൂചനയും ഉണ്ടായിരുന്നു. നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കിടയിൽ ട്രംപ് ഇതിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇറാനിൽ നടത്തുന്ന ആക്രമണം ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പര്യാപ്തമല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു USന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. US ആക്രമിച്ചാൽ ഇറാന്റെ തിരിച്ചടി നേരിടാൻ ഇസ്രായേൽ ഒരുങ്ങിയിരുന്നില്ലെന്നും US വാർത്താമാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. US സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നുവെന്ന US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാദങ്ങൾ ഇറാൻ തള്ളിയിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിർത്തുന്നതിനുള്ള USന്റെ ശ്രമങ്ങളാണെന്നും ഇറാൻ ഇതിനെ ആരോപിച്ചു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പേർഷ്യൻ ഭാഷയിൽ പങ്കിട്ട എക്സ്പോസ്റ്റാണ് അഭ്യൂഹങ്ങൾക്ക് കാരണം. സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അമേരിക്കയുടെ സ്ഥിരം രീതിയാണിതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബെഗായി പറഞ്ഞു. ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇറാൻ സായുധസേന ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നും ഏതാക്രമണത്തിനും തിരിച്ചടിയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലുകൾ പ്രക്ഷോഭകാരികൾ ഹാക്ക് ചെയ്തു. ബദർ സാറ്റലൈറ്റ് ഹാക്ക് ചെയ്ത ശേഷം ചാനലുകളിൽ പ്രതിപക്ഷത്തിന്റെ സന്ദേശങ്ങളും പ്രതിഷേധ ദൃശ്യങ്ങളും സംപ്രേഷണം ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനോ നീക്കം ചെയ്യാനോ ഉള്ള ശ്രമം ഡൊണാൾഡ് ട്രംപ് പരിഗണിക്കുന്നുണ്ട് എന്ന ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഖമേനിക്കെതിരെ നടക്കുന്ന ഏതൊരാക്രമണവും യുദ്ധമായി കണക്കാക്കുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.